കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ ശസ്ത്രക്രിയക്കിടെ 9 വയസ്സുകാരൻ മരിച്ചതിലും പ്രതിഷേധം ശക്തമാവുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ബേഡകം സ്വദേശി അഷ്റഫ് ബുഷറ ദമ്പതികളുടെ മകൻ ഇയാസ് മരിച്ചത്. ഉദരസംബന്ധമായ അസുഖത്തെ തുടർന്നാണ് ശസ്ത്രക്രിയ നടത്തിയത്. ചികിത്സാ പിഴവെന്ന ആരോപണം കുടുംബം ഇന്നലെ തന്നെ ഉയർത്തിയിരുന്നു. മരിച്ച ഇയാസിന്റെ പോസ്റ്റ്മോർട്ടം നടപടി പരിയാരം മെഡിക്കൽ കോളേജിൽ പൂർത്തിയായി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെയാകും മരണകാരണത്തിൽ വ്യക്തതയുണ്ടാവുക. അതിനിടെ ഇന്ന് ആശുപത്രിയിലേക്ക് ഡിവൈഎഫ്ഐ പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി ചേരുകയാണ്. അരുൺ, ഈ പുക്കിൾ സംബന്ധമായ ഒരു അസുഖമാണ് ഈ കുഞ്ഞിനുണ്ടായിരുന്നത്. അത് ഇപ്പോഴത്തെ പ്രശ്നമല്ല, പിന്നീട് എപ്പോഴെങ്കിലും അത് ഇൻഫെക്ഷൻ ആകാനുള്ള സാധ്യതയുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ശസ്ത്രക്രിയ വേണമെന്ന് ഡോക്ടർമാർ പറയുന്നത്. പിന്നീട് ആ ശസ്ത്രക്രിയക്കുള്ള ഡേറ്റ് കിട്ടാൻ വേണ്ടി കൈക്കൂലി അടക്കം കൊടുക്കേണ്ടി വരുന്ന നിസ്സഹായാവസ്ഥയും രക്ഷിതാക്കൾക്കുണ്ടാകുന്നുണ്ട്. അതിനുശേഷം ശസ്ത്രക്രിയ നടക്കുന്ന കുഞ്ഞു മരിച്ചു പോകുന്നു. യാതൊരു തരത്തിലും കുടുംബത്തെ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സങ്കീർണതയുണ്ടെന്ന് അറിയിച്ചു പോലുമില്ല എന്ന പരാതിയാണ് ഉയരുന്നത്. മധു, അത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. പൊക്കിളിൽ നിന്ന് ഈ കുട്ടിയുടെ പൊക്കിളിൽ നിന്ന് ഈ വെള്ളം വരുന്നതായിരുന്നു ഒരു അസുഖം. അതൊരു ഗുരുതരമായിട്ടുള്ള അസുഖമായിട്ടല്ല ഡോക്ടർമാരെ കാണിച്ചപ്പോൾ ഇവർ പറഞ്ഞത്. കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി. അതിനുശേഷം ഇപ്പോൾ മധു പറഞ്ഞതുപോലെ ഭാവിയിൽ കുട്ടിക്കൊരു പ്രശ്നമില്ലാതിരിക്കുന്നതിന് വേണ്ടി ഒരു മൈനർ ആയിട്ടുള്ള സർജറി, യാതൊരു കോംപ്ലിക്കേഷനും സങ്കീർണതയും ഒന്നുമില്ലാത്തൊരു സർജറി നടത്താം എന്നതാണ് ഡോക്ടർമാർ പറഞ്ഞത്. അതിനുശേഷം ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഈ അനസ്തേഷ്യ നൽകുന്നതിന് വേണ്ടി ഡോക്ടർ കൈക്കൂലി വാങ്ങി 2000 രൂപ ഈ കുട്ടിയുടെ പിതാവിൽ നിന്ന് വാങ്ങിയെന്ന പരാതി ഒരു വശത്തുണ്ട്. എന്തായാലും ഇന്നലെ ഈ സർജറിക്കുള്ള തീയതി നൽകുന്നു. അങ്ങനെ ഇവർ അഡ്മിറ്റ് ആകുന്നു. ആദ്യഘട്ട ഈ ഓപ്പറേഷൻ തുടങ്ങുന്ന ഘട്ടത്തിലൊന്നും, ശസ്ത്രക്രിയ തുടങ്ങുന്ന ഘട്ടത്തിലൊന്നും എന്തെങ്കിലും ഒരു സങ്കീർണത ഉണ്ടായി പറഞ്ഞില്ല, ഇവരോട് രക്ഷിതാക്കളോട് പറഞ്ഞില്ല. പെട്ടെന്നാണ് ഇതിന്റെ അവസാന ഘട്ടത്തിൽ ഈ കുട്ടി മരിച്ചുപോയി എന്ന വിവരമാണ് ഈ പുറത്തുണ്ടായിരുന്ന ഈ ബന്ധുക്കളോട് പറഞ്ഞത്. അതായത് ആശുപത്രിയുടെ വിശദീകരണം, ഈ ശസ്ത്രക്രിയയുടെ അവസാന ഘട്ടത്തിൽ കുട്ടിക്ക് ഹൃദയസ്തംഭനം സംഭവിച്ചു, അങ്ങനെയാണ് മരണത്തിലേക്ക് പോയത് എന്നതാണ് ആശുപത്രിയുടെ വിശദീകരണം. എന്തായാലും ഇന്നലെ തന്നെ ഇതിൽ ചികിത്സാ പിഴവെന്ന ആരോപണം കുടുംബം ഉന്നയിച്ചിരുന്നു. കൃത്യമായ അന്വേഷണം ഇതിൽ വേണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്നാണ് പരിയാരം മെഡിക്കൽ കോളേജിൽ പൂർത്തിയായത്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കുന്നതിലൂടെ എങ്ങനെയാണ് ഈ മരണം സംഭവിച്ചത്, ശസ്ത്രക്രിയക്കിടെ എന്താണ് സംഭവിച്ചത്, കുട്ടിയുടെ മരണത്തിലേക്ക് നയിച്ചിട്ടുള്ള കാരണം എന്താണ് എന്നുൾപ്പെടെയുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാകും. എന്തായാലും യാതൊരു സങ്കീർണതയും ഇല്ല എന്ന് പറഞ്ഞ ശസ്ത്രക്രിയ ഒരു കുട്ടിയുടെ 9 വയസ്സുള്ള കുട്ടിയുടെ ജീവനെടുത്ത വിവരമാണ് അവസാനമായി നൽകിയത്. അവിടെ എന്ത് പിഴവ് സംഭവിച്ചു, കുടുംബം ആരോപിക്കുന്നത് പോലെ പിഴവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കർശനമായിട്ടുള്ള നടപടി ആവശ്യമാണ്. ഇന്നിപ്പോൾ ഡിവൈഎഫ്ഐ ഉൾപ്പെടെ യുവജന സംഘടനകളുടെ പ്രതിഷേധം ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ഇനി എന്തായാലും നിർണായകമാവുക ഈ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ്. അതിൽ ഈ മരണ കാരണം എന്താണ്, മരണത്തിലേക്ക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പോഴാണ് മരണകാരണം എന്താണ് എന്നത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തതയുണ്ടാവുക. വലിയ സംഘർഷമാണ് ഇന്ന് അവിടെ ഉണ്ടായത്.